ഓണം നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണല്ലേ. പ്രത്യേകിച്ചും കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നീട് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഓണം അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് മസ്റ്റ് ആയിരിക്കും അല്ലേ. ഞങ്ങളും അതെ, ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ബിസി സ്കെഡ്യൂൾ ആണെങ്കിലും ട്രൈ ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ വർഷവും ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരെ പോലെ തന്നെ എനിക്കും ആദ്യം ഓർമ്മ വരുന്നത് ഓണക്കോടിയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഓണസദ്യയൊക്കെയാണ്. പലപ്പോഴും നമ്മൾ നാട്ടിലെ ട്രെൻഡിങ് ഓണത്തിന്റെ ഡ്രസ്സസ് കാണുമ്പോൾ മേടിക്കാൻ ആഗ്രഹം തോന്നും. പക്ഷേ ചിലപ്പോഴൊക്കെ നാട്ടിൽ നിന്ന് അയച്ചു തരാറുണ്ട്. പക്ഷെ എപ്പോഴും അത് പറ്റാറില്ല. അപ്പോൾ യൂഷ്വലി എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇന്ന് ഇതിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ഡ്രസ്സും ഒരു സ്കേർട്ടും സെറ്റും മുണ്ടിൻ്റെ സെറ്റും വെച്ചിട്ട് 3 ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നാണ്. ആദ്യം ഞാനൊരു ധാവണി പോലത്തെ സ്റ്റൈലും, രണ്ടാമത്തെ രീതി പാവാട ഉടുപ്പിൻ്റെ കൂടെ ആ സെറ്റ് ഷോളായിട്ട് ഇട്ടിട്ട്, പിന്നെ മൂന്നാമത് പാവാട ഉടുപ്പ് ഒരു പട്ടുപാവാട രീതിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ.